ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ഇന്ന് രാത്രികാലം വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് അടുത്ത് വന്ന് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന സാവകാശത്തിനാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങള് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനും ബൈബിൾ ക്ലാസ്സായി നമുക്ക് കൂടി വരുവാനും കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് രാത്രികാലം അതിന്റെ രണ്ടാമത്തെ ക്ലാസ്സായി ഒരുമിച്ച് വരുവാൻ കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ കർത്താവിന്റെ വരവിനോട് കർത്താവിന്റെ സഭ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആധികാരികതയും ദൈവവചനത്തിന്റെ അർത്ഥവും വ്യാപ്തിയും നമ്മളെല്ലാം മനസ്സിലാക്കുകയും ദൈവവചനത്തിൽ നാം ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന രീതിയിലെ പൈശാചികമായ പോരുകളെ ഈ ലോകത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഹല്ലേലൂയ നിലനിൽക്കണമെങ്കിൽ കർത്താവിന്റെ വചനം അവർ ഗ്രഹിച്ചിരിക്കണം, കർത്താവിന്റെ വചനത്തിൽ അവർ വേരൂന്നിയിരിക്കണം. അല്ലെങ്കിൽ ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിലെ ഹല്ലേലൂയ നമുക്ക് നിലനിൽപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബൈബിൾ ക്ലാസിന്റെ അനിവാര്യത ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കർത്താവിന്റെ വചനം പഠിക്കുക, കർത്താവിന്റെ വചനം അഭ്യസിക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ ഒരു ആത്മീയ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. ഒരു ദൈവവചനത്തിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം ഹല്ലേലൂയ അക്ഷരീയമായി പഠിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ ഹല്ലേലൂയ സ്തോത്രം ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ആ ദൈവവചനം നമ്മളെ അറിയാതിരുന്നുവെങ്കിൽ, അഥവാ ദൈവവചനത്തിന്റെ അർത്ഥവ്യാപ്തി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നുവെങ്കിൽ നമുക്കൊരിക്കലും കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അതാണ് ബൈബിൾ ക്ലാസിന്റെ പ്രത്യേകതകൾ. നമ്മളെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ബൈബിൾ ക്ലാസ് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള വിഷയമാണ്. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചക്കാലം ആമുഖമായി നമ്മൾ പഠിച്ചു. അതിന്റെ ഒന്നാമത്തെ അടിസ്ഥാന ഉപദേശമായ മാനസാന്തരം അഥവാ ഹല്ലേലൂയ എന്ന റിപ്പന്റൻസ് എന്ന വിഷയം കഴിഞ്ഞ ആഴ്ചക്കാലം വിശദമായി പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചല്ലോ. മാനസാന്തരത്തിന്റെ തന്നെ രണ്ടാമത്തെ ഭാഗമായ, അല്ലെങ്കിൽ അഥവാ മാനസാന്തരത്തോട് ചേർന്നുള്ള ഒരു ഘടകമാണ് റെമിഷൻ ഓഫ് സിൻ അഥവാ ഹല്ലേലൂയ പാപമോചനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം ആ വിഷയമുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാൽ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ചതുപോലെ ദൈവസഭയുടെ സ്ഥാപനമാണ് പെന്തിക്കോസ്ത് നാളിൽ നമ്മൾ കണ്ടത്. നമ്മൾ ഇന്നായിരിക്കുന്ന കർത്താവിന്റെ സഭ അഥവാ ഇന്ന് കാണുന്ന ആത്മീയ സഭ അഥവാ അക്ഷരീയ സഭ എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ സംസ്ഥാപനം നടക്കുന്നത് പെന്തിക്കോസ്ത് നാളിലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, കല്ലറയിൽ അടക്കപ്പെട്ടു, 3-ാം ദിവസം മൃതന്മാരുടെ മധ്യത്തിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. പരിശുദ്ധമാവിനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു തന്നു. അപ്രകാരം പരിശുദ്ധമാവ് ഈ ലോകത്തിൽ കടന്നു വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ അങ്ങനെ സ്ഥാപിതമാകുന്ന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഹല്ലേലൂയ സ്തോത്രം 2-ാം അധ്യായത്തിലാണ് പെന്തിക്കോസ്ത് നാൾ കടന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ വലിയ മുഴക്കമുണ്ടായി ഇത്യാദി ഹല്ലേലൂയ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ദൈവസഭയുടെ സംസ്ഥാപനത്തിനു വേണ്ടി അയച്ചതായ പരിശുദ്ധമാവ് ഈ ഭൂമിയിലേക്ക് കൊടുമുഴക്കത്തോടെ പൂർണ്ണ ശക്തിയോടെ ഇറങ്ങി വരികയും അപ്പോസ്തലന്മാരിൽ പരിശുദ്ധമാവിന്റെ ശക്തി പകരപ്പെടുകയും തീജ്വാലകളായി അവരിലേക്ക് അഭിഷേകം കടന്നു വരികയും അവരെ ഹല്ലേലൂയ സ്തോത്രം കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവരായി ഹല്ലേലൂയ സ്തോത്രം ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ അവർ സംസാരിക്കുകയും ചെയ്തു. അതോട് ചേർന്ന് നമ്മളിവിടെ കാണുന്നു പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. പത്രോസിന്റെ പ്രസംഗത്തിൽ ഹല്ലേലൂയ നമ്മൾ കാണുന്നത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. സ്തോത്രം 7 അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ കാണുന്നു. അതിന് 9 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്.
ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണമേ, ഈ അടിസ്ഥാന ഉപദേശങ്ങൾ സഭയുടെ ആരംഭത്തിൽ തന്നെ, അഥവാ സഭയുടെ ഹല്ലേലൂയ സ്തോത്രം സംസ്ഥാപന ദിവസത്തിൽ തന്നെ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ ഹല്ലേലൂയ പത്രോസ് ദൈവസഭയോട് വിളിച്ചു പറഞ്ഞു. ആത്മാ പ്രചോദിതനായ പത്രോസ് വിളിച്ചു പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. അതിലെ ഹല്ലേലൂയ അടിസ്ഥാന ഉപദേശങ്ങൾ അതിലെ നാം കാണാനായിട്ട് ഇടയായിത്തീർന്നു. ആ അടിസ്ഥാന ഉപദേശങ്ങളിലാണ് സഭ അന്നും ഇന്നും ഇനിയും മുൻപോട്ട് പോകേണ്ടത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കെട്ടിടത്തിന് അടിസ്ഥാനം ഉണ്ടായിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവസഭയുടെ അടിസ്ഥാനം അഥവാ ദൈവസഭയുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനമാണ് അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് നമ്മൾ പറയുന്ന. സ്തോത്രം. അപ്പോൾ ആ അടിസ്ഥാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. സഭ എത്ര വളർന്നാലും, സഭ എത്ര വർഷങ്ങൾ പിന്നിട്ടാലും, കർത്താവിന്റെ വരവ് എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം, അപ്പോസ്തലന്മാർ നമുക്ക് നൽകി തന്ന അടിസ്ഥാന ഉപദേശങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത് അടിസ്ഥാന ഉപദേശത്തിന്റെ ഒന്നാമത്തെ ഹല്ലേലൂയ ഭാഗമായ മാനസാന്തരം അഥവാ റിപ്പന്റൻസ് എന്ന വിഷയം നമ്മൾ പഠിച്ചു. ഇന്ന് രാത്രികൾ നമ്മൾ കടന്നു വരുന്നത് റിപ്പന്റൻസിനോട് ചേർന്ന് ഹല്ലേലൂയ സ്തോത്രം വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപമോചനം. നമ്മൾ വായിച്ചപ്പോൾ ഇപ്രകാരം അവിടെ വായിപ്പാനായിട്ട് ഇടയിൽ തീർന്ന വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് 38-ാമത്തെ വാക്യം 2:38. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. ഇവിടെ നമ്മൾ കാണുന്നു മാനസാന്തരം അഥവാ മാനസാന്തരം കടന്നു വരുന്നത്, അഥവാ മാനസാന്തരം കടന്നു വന്ന ഒരു ജീവിതത്തിന് എന്തോ ഉണ്ടാകുന്നുണ്ട്, പാപങ്ങളുടെ മോചനം അവിടെ കടന്നു വരുന്നു. പ്രൈസ് ലോർഡ്. അവിടെ നമ്മൾ കണ്ടു, നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങൾ വളരെ വ്യക്തമാക്കണം, ആ വാക്യം പറയുന്നത് പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മളെ പട്ടത്ത സഭകളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. നിത്യ വിശ്വാസ പ്രമാണത്തിലൊക്കെ നമ്മൾ പണ്ട് നമ്മൾ വായിച്ചിരുന്നത് പോലെ പാപമോചനത്തിനായിട്ടുള്ള മാമോദിസ ഒന്ന് മാത്രമാവുന്നു എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ആ ഭാഗം നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കണം, പാപമോചനത്തിനല്ല വിശ്വാസ സ്നാനം. അതിലേക്ക് ഞാൻ കടന്നു വരുന്നതാണ്. പാപങ്ങൾ മോചിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വാസ സ്നാനമോ അല്ലെങ്കിൽ സ്തോത്രം പട്ടത്ത സഭകൾ പഠിപ്പിക്കുന്ന കൂദാശാനുഷ്ഠാനങ്ങൾ, അതായത് കുംഭസാരം, കുർബാന, മാമോദീസ, രോഗികളുടെ തൈലാഭിഷേകം, പട്ടത്വം, വിവാഹം ഇത്യാദി കൂദാശകൾക്കോ ഒരിക്കലും പാപങ്ങൾ മോചിക്കുവാൻ സാധ്യമല്ല. ഇതൊന്നും ചെയ്താലും നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, പാപങ്ങളുടെ മോചനം നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമാണ്. ഇന്ന് രാത്രികാലം നമ്മൾ പഠിക്കുന്ന വിഷയം അതാണ്. എപ്രകാരമാണ് പാപങ്ങൾ മോചിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ആരുടെയാണ് പാപങ്ങൾ മോചിക്കപ്പെടേണ്ടത് എന്നുള്ള വിഷയങ്ങളിൽ ഇന്ന് രാത്രികാലം നാം ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു 2:38, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുവാനായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് അവിടെ നമ്മൾ കണ്ടു. സ്തോത്രം. അപ്പോൾ പാപങ്ങൾ മോചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മാനസാന്തര പ്രക്രിയയുമായുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന ഒരു ഘടകമാണ് പാപങ്ങളുടെ മോചനം. നമുക്കൊരു കൺവെർഷൻ നമുക്ക് നടന്ന, അഥവാ നമുക്കൊരു റിപ്പന്റൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കടന്നു വരുന്ന അടുത്ത ഘടകമാണ് ദ റെമിഷൻ ഓഫ് സിൻ. പ്രൈസ് ലോർഡ്. റിപ്പന്റൻസ് കടന്നു വരുന്നത് എവിടെ നിന്നാണ് പറഞ്ഞാട്ടെ? It's not from God, it's not from heaven. സ്വർഗത്തിൽ നിന്നില്ല, ദൈവത്തിൽ നിന്നല്ല റിപ്പന്റൻസ് കടന്നു വന്നേ. റിപ്പന്റൻസ് എവിടെ നിന്ന് കടന്നു വന്നാൽ ഫ്രം ദ ഡെപ്ത് ഓഫ് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുമാണ് എന്തോ ഉണ്ടാകേണ്ടത്? മാനസാന്തരം ഉണ്ടാകേണ്ടത്. നമ്മുടെ മനസ്സിനാണ് ഒരു അന്തരം ഉണ്ടാകേണ്ടത്. നമ്മുടെ മനസ്സിനൊരു അന്തരം ഉണ്ടാക്കുന്ന ഘടകവുമായുള്ള ബന്ധത്തിൽ ദൈവത്തെക്കാൾ ഉപരി സ്തോത്രം അവിടെ അതിന്റെ ആവശ്യകത നമ്മുടെ ആവശ്യകതയാണ്. സ്തോത്രം. എന്നാൽ മാനസാന്തരപ്പെട്ട ഒരു ജീവിതത്തില് ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന, അഥവാ ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പാപങ്ങളുടെ മോചനം. നാം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു റിപ്പന്റൻസ് കടന്നു വരുമ്പോൾ അവിടെ നടക്കുന്ന രണ്ടാം ഘട്ടം എന്തുകൊണ്ട്? റെമിഷൻ ഓഫ് സിൻ. അത് മറ്റെങ്ങിൽ നിന്നും വരുന്നില്ല, അത് ദൈവമാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്ന. സ്തോത്രം. അല്ലാതെ മനുഷ്യ നിർമ്മിതമായ കൂദാശകളാലോ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകളാലോ ആചാരങ്ങളാലോ അനുഷ്ഠാനങ്ങളാലോ അല്ലെങ്കിൽ ആദ്യപാഠങ്ങളാലോ ഒരിക്കലും മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല. പ്രൈസ് ലോർഡ് എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. സകല മനുഷ്യരും പാപികളാണ്. ഈ ഒരു ഫാക്ട് നമ്മൾ അംഗീകരിച്ചാലേ ഒക്കത്തുള്ളൂ. ഈ ലോകത്തിൽ പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ മരിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും ഈ ലോകത്തിലില്ല, കർത്താവായ യേശു ക്രിസ്തു ഒഴികെ.
സ്തോത്രം. യേശുക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ പാപരഹിതനായി ജനിച്ചത്. മറ്റാരും ഈ ലോകത്തിൽ ജഡത്തിൽ പാപരഹിതനായി ജനിച്ചിട്ടില്ല, ജനിക്കുവാൻ സാധ്യമല്ല. കാര്യം ഒരു മനുഷ്യൻ തന്റെ ഹല്ലേലൂയ സ്തോത്രം ജന്മത്തിൽ തന്നെ അവൻ പാപിയായിട്ടാണ് ജനിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പാപം ചെയ്താലും ചെയ്തില്ലെങ്കിലും, നമ്മൾ ഒരു പാപവും ചെയ്തില്ലെന്ന് നിങ്ങൾ സാക്ഷ്യം അറിഞ്ഞെന്നിരിക്കട്ടെ, എന്നാലും നിങ്ങൾ ആരാണ്? നിങ്ങൾ ജന്മന നമ്മളെല്ലാവരും പാപികളാണ്. കാര്യം നമുക്കറിയാം, ആദാം ചെയ്ത സകല മനുഷ്യരും പാപികൾ തന്നെ. പാപം ചെയ്തിട്ടില്ലെങ്കിലും ആദാമിന്റെ പാപം മുഖാന്തരം നമ്മളെല്ലാവരിലും പാപം കടന്നു വന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ നമുക്കറിയാം, ആദാം പാപം ചെയ്തത് മുഖാന്തരം ആദാമ്യ സന്തതികളിലേക്ക് പാപം ഹല്ലേലൂയ സ്തോത്രം ഒരു വളരെ ഹല്ലേലൂയ സ്തോത്രം തലമുറകളിലേക്ക് അത് വ്യാപരിക്കപ്പെട്ട അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളെല്ലാവരും പാപികളാണ്. അതാണ് നമുക്ക് കാണാം, ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ എടുത്തു നോക്കിയാൽ ആ കുഞ്ഞ് പാപമൊന്നും ചെയ്യുന്നില്ല. ഒരു 6 മാസം 7 മാസം 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്തു നോക്കിയാൽ കുഞ്ഞിൽ ഒരു പാപമില്ല. എന്നാലും ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ there is a seed of sin. ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ വിത്തുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞ് ശാഠ്യം പിടിക്കുന്നത്, കരയുന്നത്, അല്ലെങ്കിൽ വേറൊരു കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കുഞ്ഞ് അല്ലെങ്കിൽ വളരെ ശാഠ്യത്തോടെ കരയുന്നത്. ഇതൊക്കെ ഇതിനൊക്കെ കാരണം മറ്റൊന്നുമില്ല, ആ കുഞ്ഞിൽ മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞിലെ ഹല്ലേലൂയ സ്തോത്രം ഉള്ളതായ ഒരു പാപത്തിന്റെ പ്രതിസ്ഫുരണങ്ങൾ മാത്രമാണ് നമ്മൾ ആ റിഫ്ലക്ഷൻസിൽ അഥവാ അപ്രകാരമുള്ള പെർഫോമൻസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഈ ലോകത്തിലെ സകല മനുഷ്യരും ആരാണ്? ഭാവികളാണ്, ജന്മം കൊണ്ട്. അല്ലെങ്കിൽ വായിച്ചിട്ട് 1-2 ഭാഗങ്ങൾ തന്നിട്ട് മുമ്പോട്ട് കടന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യം, 12-14 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട്. സ്തോത്രം. വളരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടതോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പാപം വന്നത്? കർത്താവ് പാപത്തെ ഹല്ലേലൂയ സൃഷ്ടിക്കാനല്ല കർത്താവ് ഒരു സൃഷ്ടിപ്പ് നടത്തിയത്. എന്നാൽ കർത്താവ് ദൈവം സൃഷ്ടിച്ച ഏക മനുഷ്യനായ ആദാമിനെ എന്തോ വന്നു. ഒന്നുള്ള വാക്യം വായിച്ചാട്ടെ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഏക മനുഷ്യനാവുന്ന ആദാമിനാൽ എന്തോ വന്നു ഈ ലോകത്തിൽ? പാപം വന്നു. എന്നിട്ട് പാപത്തിന്റെ ഫലമായ, പാപത്തിന്റെ റിവാർഡായ, പാപത്തിന്റെ വേജസായ, ശമ്പളമായ മരണം എങ്ങനെ വന്നു? പാപത്താൽ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഏക മനുഷ്യനായ ആദാം ഹല്ലേലൂയ ചെയ്ത പാപം കാരണം പാപവും മരണവും ഒരുപോലെ ലോകത്തിലേക്ക് വന്നുവെന്ന് ഹല്ലേലൂയ സ്തോത്രം മോശയുടെ 1-ാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ, ദൈവവചനത്തിന്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ആദാം പാപം ചെയ്തപ്പോഴാണ് സ്തോത്രം എന്തോ ഉണ്ടായത്? ലോകത്തിൽ പാപം വന്നത്. അല്ലെ? നമുക്കറിയാം, ആദാം പാപം ചെയ്യുന്നത് വരെ ഏദൻ തോട്ടത്തിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അല്ലെ? ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ചിന്താമണ്ഡലത്തിൽ നിന്നുകൊണ്ട്, അന്ന് വരെ ഏദൻ തോട്ടത്തിൽ സിംഹങ്ങളുണ്ട്, പക്ഷെ സിംഹങ്ങൾ ഗർജിച്ചിട്ടില്ല. സ്തോത്രം. ഉപക്ഷിയോടുകളൊന്നും അലറിയിട്ടില്ല. അന്ന് വരെ ആനകളുണ്ട്, ആനകളെ ഹല്ലേലൂയ സ്തോത്രം കോപത്തോടെ ചിഹ്നം പിടിച്ചിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം ഒന്നും ഹല്ലേലൂയ ഒരു ഇര എന്ന് പറഞ്ഞ അഥവാ പ്രേ എന്നുള്ള ഒരു അവസ്ഥ അന്ന് ഉണ്ടായിട്ടില്ല. കാര്യം ഇരയെ പിടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അന്ന് യാതൊരു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആദാം പാപം ചെയ്തപ്പോൾ ആദാമിന്റെ ശാരീരിക അവസ്ഥയ്ക്കും ഏദൻ തോട്ടത്തിന്റെ ഹല്ലേലൂയ സകലവിധമായ ഭൂമിശാസ്ത്രപരമായ ഘടനയ്ക്കും ലോകത്തിന്റെ ഘടനയ്ക്കും എന്തോ വന്നു? വലിയൊരു അന്തരം, ഒരു മാറ്റമുണ്ടായി. അതാണ് പറഞ്ഞത്, ഏക മനുഷ്യനായ ആദാമിനാൽ പാപവും പാപത്തിനാൽ മരണവും ലോകത്തിലേക്ക് വന്നു. അപ്പോൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ആദാമ്യ സന്തതിയായിട്ട് ജനിക്കുന്ന എല്ലാ, അഥവാ ഇന്ന് ജനിക്കുന്ന, അഥവാ ഇന്ന് ഇനി ജനിക്കാനിരിക്കുന്നവരായിക്കോട്ടെ, ജനിച്ചവരായിക്കോട്ടെ, ഇന്ന് ജനിച്ചവരോ ഇനി ജനിപ്പാനുള്ളവരോ ആരും ആയിക്കൊള്ളട്ടെ, എല്ലാ മനുഷ്യരിലും 1-ാം മനുഷ്യനായ ആദാമിൽ നിന്നുള്ള പാപം കടന്നു വരുവാൻ ഇടയായി തീർന്നു. വായിച്ചോട്ടെ, അതിന്റെ തന്നെ 14-ാമത്തെ വാക്യം. എങ്കിലും വരുവാനുള്ളതിന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വരുവാനുള്ളവനായ 2-ാമത്തെ ആദാമാണ് ക്രിസ്തുവിനെയാണ് അവിടെ വരുവാനുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വരുവാനുള്ള ക്രിസ്തുവിന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്താൽ വായിച്ചത് ആദാമിന്റെ ലംഘനം പാപം ചെയ്യാത്തവരിലോ മനസ്സിലാക്കണം, സകല മനുഷ്യരിലും പാപം കടന്നു വന്നു.
സ്തോത്രം. ഹല്ലേലൂയ. മോശ വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം വരെയുള്ള കാലഘട്ടം, കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപ് വരെ ഉണ്ടായ കാലഘട്ടത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, സ്തോത്രം, ആദാം പാപം ചെയ്തത് മുഖാന്തരമായി പാപം ചെയ്യാത്ത നമ്മളിലും എന്തോ കടന്നു വന്നു? പാപം കടന്നു വന്നു. സകല മനുഷ്യരും പാപത്തിന് അടിമകളായി തീർന്നുവെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇനിയും വായിച്ചോട്ടെ അതിന്റെ 17-ാമത്തെ വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാടുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം